dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മിഷൻ ബാങ്കറിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 2 പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറേ ബേസിക്കായ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. എന്താണ് പ്യോർ സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് മിക്സ്ചർ, എന്താണ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള കുറേ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു സിലബസിലേക്ക് നമ്മൾ വന്നു എന്ന് നമുക്ക് സെക്കൻഡ് പാർട്ട് തൊട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറയുമ്പം എന്താ പറയുക, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതിൽ 5 ഇമ്പോർട്ടൻറ്റ് ലോസും പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ടിലും ഇതേപോലെ കുറച്ച് എന്താ പറയുക, കെമിസ്ട്രിയിൽ നമ്മൾ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളും കുറച്ച് ടേംസും കുറച്ച് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷനിലേക്ക് പോവാം അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം. കുറേ കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ചില കാര്യങ്ങൾ നമ്മൾ വേറെ ചില ചാപ്റ്റേഴ്സിൽ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം തന്നെ എന്താണ്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. അപ്പോൾ കുറച്ച് ബേസിക് ആയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ എഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ബേസിക്കായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അറ്റോമിക് മാസ്. യെസ്, അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിൻ്റെ മാസ് എന്താണോ, അല്ലെ ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ്, അതിൻ്റെ ഒരു മാസ് എന്താണോ അതിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയണത്. നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ടായ അല്ലെങ്കിൽ ഭയങ്കര ടൈനി ആയ ഒരു പാർട്ടിക്കിളാണ്. നമ്മൾ കുറച്ചും കൂടെ ആപ്റ്റായിട്ട് പറയാം, നമുക്ക് വേണമെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് ആയ ഒരു സാധനമാണെന്ന് പറയാം. കാരണം നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് അല്ലേ, നമ്മുടെ വെറുതെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ആറ്റംസ് എന്നുള്ള സാധനം എന്തല്ല, ഒരു വിസിബിൾ ആയ ഒരു സാധനമല്ല. അപ്പോൾ അത്രയും ടൈനി ആയ ഒരു സാധനമാണ്. സോ ഇതിൻ്റെ മാസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? പണ്ടൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ അല്ലേ. ഈ പീരിയോഡിക് ടേബിളിൽ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് ആണ് പീരിയോഡിക് ടേബിൾ. നമ്മൾ നമ്മുടെ സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ ഓർമ്മയില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ച സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിലായാലും നമ്മൾ എന്താ പറയുക പീരിയോഡിക് ടേബിൾ എന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, പല സ്റ്റേറ്റിലുള്ള, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതുണ്ട്, സോളിഡ് സ്റ്റേറ്റിലുള്ളതുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതുണ്ട് അല്ലേ. അതേപോലെ എന്താ പറയുക, ഇനേർട്ട് ഗ്യാസസ് ഉണ്ട്. അങ്ങനെ ആ പീരിയോഡിക് ടേബിളിൽ ബേസ് ചെയ്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഡി ബ്ലോക്ക് അല്ലേ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ലേറ്റർ ഓൺ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലേക്കൊന്നും ഇപ്പോൾ നമുക്കതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബേസിക്കായ കാര്യങ്ങളാണ്. ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഓരോരോ ആ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ്. ഒരു ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു അറ്റോമിക് നമ്പറും ഉണ്ടാവും, അതേപോലെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ ഉണ്ടാവും. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു പോവാം ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ആറ്റംസ് അറേഞ്ച് ചെയ്തേക്കുന്നത് അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടാവും താഴത്ത്, മുകളിലായിട്ട് മറ്റേ സൈഡിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, അതിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എലമെൻസിൻ്റെ മാസ് നമുക്ക് അനലൈസ് ചെയ്താൽ അറിയാം. ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് ആയ ഹൈഡ്രജൻ ആണ് എന്തുള്ളത്, ലീസ്റ്റ് മാസ് നമ്പർ, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയ ഒരു അറ്റോമിക് മാസ് ഉള്ളതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ഒരു ലൈറ്റസ്റ്റ് ആയ ഒരു എലമെൻറ്റാണെന്ന് പറയാം. സോ ആ എലമെൻറ്റിനെ ആയിരുന്നു പണ്ടൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ ഒരു ആറ്റത്തിൻ്റെ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ 1 ആയി കൺസിഡർ ചെയ്ത് ബാക്കിയുള്ള ആറ്റത്തിൻ്റെ മാസസിനെ അതുമായി കമ്പയർ ചെയ്തിട്ടായിരുന്നു അവരെന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ഓരോ ആറ്റം. ഇപ്പോൾ ഹീലിയം ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ആണ് അവരെന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ഹീലിയത്തിൻ്റെ മാസ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ആണ് കാർബണിൻ്റെ മാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർ എൽസ് മെർക്കുറിയുടെ മാസ് അതിൻ്റെ ബേസിസിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ സിലിക്കൺ, ജർമാനിയം, ഏത് എലമെൻ്റ് ആണെങ്കിലും നമ്മൾ
ഹൈഡ്രജൻ്റെ ബേസിസിലായിരുന്നു നമ്മൾ ആ ഒരു മാസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ നമുക്ക് അത് എന്താ പറയുക, ഒരുപാട് പുതിയ എലമെൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ സയൻസിൽ എന്നും ഒരുപാട് ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കവറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ കുറേ എലമെൻസും കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഹൈഡ്രജൻ്റെ ബേസിസിൽ ആ എലമെൻസിൻ്റെ അറ്റോമിക് മാസ് ഡീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക്കായി തുടങ്ങി. സോ അതിനുശേഷം സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഹൈഡ്രജനെ അല്ല അവർ റെഫറൻസ് ആയിട്ട് എടുത്തത്. പിന്നെ റെഫറൻസ് ആയി അവർ എടുത്തു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ കാർബൺ 12 ഐസോട്ടോപ്പാണ്. കാർബൺ 12 ഐസോട്ടോപ്പിനെയാണ് അവർ റെഫറൻസ് ആയിട്ട് എടുത്തത്. മനസ്സിലായോ? കാർബൺ 12 ഐസോട്ടോപ്പിനെയാണ് അവർ റെഫറൻസ് ആയിട്ട് എടുത്തത്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. യെസ്. അപ്പോൾ 12 നമുക്കറിയാം, നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് മെഷർമെൻ്റ് ആണെങ്കിലും അതിന് എന്തുണ്ടാവും? 2 പാർട്ട് ഉണ്ടാവും. ഒരു ന്യൂമറിക്കൽ പാർട്ട് ഉണ്ടാവും, രണ്ടാമത്തെ പാർട്ടാണ് യൂണിറ്റ് പാർട്ട്, അല്ലേ? യെസ്, ഒരു യൂണിറ്റ് പാർട്ട് ഉണ്ടാവും. ഇവിടെ ഞാൻ യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഏത് യൂണിറ്റിലാണ് നമ്മൾ അറ്റോമിക് മാസ് മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം മാസ് എന്ന് പറയുന്നതിന് ഒരുപാട് യൂണിറ്റ് ഉണ്ട്. ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ടൺ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് യൂണിറ്റ് ഉണ്ട് മാസിന്. അപ്പോൾ നമ്മുടെ ആറ്റത്തിൻ്റെ മാസ് നമുക്കറിയാം, ആറ്റം ഒരു ടൈനി പാർട്ടിക്കിളാണ്. സോ ഇത്രയും ടൈനി ആയ ഒരു പാർട്ടിക്കിളിൻ്റെ മാസിനെ നമ്മൾ ജനറലി മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് AMU. AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റാണ്. അറ്റോമിക് മാസ് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? AMU എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇന്നത്തെ ഒരു ഇന്നൊക്കെ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്നുള്ളതിന് പകരം U എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യൂണിഫൈഡ് മാസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ വെറുതെ 12U എന്ന് തന്നാലും കറക്റ്റാണ്, 12 AMU എന്ന് തന്നാലും കറക്റ്റാണ്. രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ അതിന് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ആറ്റത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? ബാക്കിയുള്ള ആറ്റത്തിൻ്റെ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി 1 AMU ഈസ് ഈക്വൽ ടു, അല്ലേ? 1 AMU എന്ന് പറയുന്നത് എന്താണ്? 1 AMU എന്ന് പറയുന്നത് 1/12. 1 AMU എന്ന് പറയുന്നത് 1/12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്, അല്ലേ? 1 AMU എന്ന് പറയുന്നത് എന്താണ്? 1/12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. മനസ്സിലായോ? അപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് അവർ ഗ്രാമിൽ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആറ്റത്തിൻ്റെ മാസ് നിങ്ങൾക്ക് ഗ്രാമിൽ തന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങളോട് ഗ്രാമിൽ അതിൻ്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ 1 AMU ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 AMU എന്ന് പറയുന്നത് 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ് എന്ത്? 1 AMU എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുമ്പം നമ്മളിപ്പോൾ ഒരു പക്ഷേ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം നമ്മൾ ഇൻ ഗ്രാം നോക്കിക്കോളൂ. 1.6736 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. അപ്പോൾ മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ AMU നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റം ഇൻ AMU നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂണിറ്റ് കൺവേർഷനൊക്കെ നമ്മൾ പഠിച്ചതാണ് ഫിസിക്സിൽ, അല്ലേ? ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ യൂണിറ്റ് കൺവേർഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്സിൽ നമുക്ക് ആവശ്യമുള്ള കുറേ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് അവിടെ ആവശ്യമുള്ള കുറച്ച് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും
ആ ഒരു യൂണിറ്റ് കൺവേർഷൻ്റെ അവിടെ പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് നമുക്ക് ഏത് യൂണിറ്റ് കൺവേർഷനിലും അല്ലേ ഏതൊരു യൂണിറ്റിനെ ഒരു യൂണിറ്റിൽ തന്നിട്ടുള്ള ഒരു വാല്യൂവിനെ വേറൊരു യൂണിറ്റിലേക്ക് മാറ്റുമ്പം നമുക്ക് ആ മെത്തേഡ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാം. സോ ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്കിവിടെ കിട്ടും 1.36 into 10 power 736 into 10 power minus 24 gram divided by 1.66056 into 10 power minus 24 gram എന്ന് കിട്ടും. സിമിലർ ക്വാണ്ടിറ്റീസ് ഒക്കെ ക്യാൻസൽ ആവും. സോ ഗ്രാം ക്യാൻസൽ ആവും. ഇത് രണ്ടും ക്യാൻസൽ ആയി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേന്ന് നോക്കാം. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.0078 എന്ന് കിട്ടും. 1.0078 AMU. നമ്മൾ ജനറലി റൗണ്ട് ഓഫ് ചെയ്യാറുണ്ട് അല്ലേ, സോ ഇതിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 AMU എന്നാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാറ്. 1 AMU അല്ലെങ്കിൽ 1 U. സോ മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ AMU, മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ AMU എന്ന് പറയുന്നത് എന്താണ്? 1 AMU ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമുക്ക് കാണാം എല്ലാ എലമെൻസിൻ്റെയും മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് അവിടെ തന്നിട്ടുണ്ടാവും. അവിടെ അവർ തന്നിട്ടുള്ളത് ഒരു ആവറേജ് ആയ അറ്റോമിക് മാസാണ്. നമുക്കറിയാം, നമ്മൾ എന്താ പറയുക, ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഒരു ആറ്റം സെയിം ആറ്റത്തിൻ്റെ മാസ് നമ്പർ എപ്പോഴും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആറ്റത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ സമയത്തും സെയിം ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ചില സമയത്ത് കാര്യം സെയിം ആറ്റം ആണെങ്കിലും അതിൻ്റെ മാസ് നമ്പർ ചില സമയത്ത് അങ്ങനെ പല മാസ് നമ്പർ ഉള്ള അല്ലെങ്കിൽ പല അറ്റോമിക് മാസ് ഉള്ള രീതിയിലുള്ള ആറ്റംസ് ഉണ്ട്. സോ അങ്ങനത്തെ ആറ്റംസിനെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബൺ 12 ഐസോടോപ്പ് ഉണ്ട്, അതേപോലെ കാർബൺ 14 ഐസോടോപ്പ് ഉണ്ട്, കാർബൺ 13 ഐസോടോപ്പ്. ഇതൊക്കെ നമ്മൾ പറയുമ്പം സെയിം എലമെൻ്റ് ആണ്, സെയിം ആറ്റം ആണ്, കാർബൺ ആണ്. പക്ഷേ അതിൻ്റെ മാസ് നമ്പറിൽ അല്ലെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസിൽ ഇങ്ങനെ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. അങ്ങനത്തെ വേരിയേഷൻസ് കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഐസോടോപ്സ് എന്ന് പറയണത്. ഐസോബാർ എന്നൊരു ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട്. ഐസോബാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോബാർ എന്ന് പറയുമ്പം അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ആർഗൺ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, കാൽഷ്യം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. രണ്ടും രണ്ട് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ആറ്റംസ് ആണ്. സോ അതിൻ്റെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ് അല്ലേ, അതിൻ്റെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതേസമയം അതിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്താണ്? സെയിം ആണ്, 40 ആണ്. സോ അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെ അല്ലെങ്കിൽ ആ ഒരു ആറ്റംസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഐസോബാർ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ചാപ്റ്ററിലായിരിക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കണം. ആ ചാപ്റ്ററിൽ നമുക്കതൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അവർ തന്നിട്ടുള്ള മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആക്ച്വലി ചിലപ്പോൾ ചില ആറ്റത്തിന് ഒരുപാട് ഐസോടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക അതിൻ്റെ മാസ് നമ്പറായിട്ട്. പൊതുവേ ഇപ്പം നമ്മളിപ്പം എക്സാമിനേഷൻസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക, ഇപ്പം ഒരു മോളിക്കുലർ മാസ് കാണണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ആറ്റത്തിൻ്റെ മാസ് കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പം പീരിയോഡിക് ടേബിളിൽ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം കാർബൺ 13 ഐസോടോപ്പ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് 13 എന്ന് കൺസിഡർ ചെയ്യും. അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്ത് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അറ്റോമിക് മാസിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? പീരിയോഡിക് ടേബിളിൽ തന്നിട്ടുള്ള ആവറേജ് ആയ അറ്റോമിക് മാസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. മനസ്സിലായല്ലോ? യെസ്. സോ ഇതൊക്കെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാം മോളിക്കുലർ മാസ്. നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിൻ്റെ മാസാണ് അറ്റോമിക് മാസ്. അപ്പോൾ സിമ്പിളാണ്. എന്താണ് മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ? മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ മാസാണ് മോളിക്കുലർ മാസ്. നമുക്കറിയാം, അതായത്
ഒന്നിലധികം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് മോളിക്യൂൾ ഫോം ചെയ്യണം. ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത ചില സമയത്ത് അതൊരു സിംഗിൾ എലമെൻ്റ് ആയിരിക്കും, ചില സമയത്ത് അത് എന്തായിരിക്കും, ഒരു കോമ്പൗണ്ട് ആയിരിക്കും, ചില സമയത്ത് അത് എലമെൻ്റ് ആയിരിക്കും, ചില സമയത്ത് അത് കോമ്പൗണ്ട് ആയിരിക്കും. എലമെൻ്റ് ആയാലും കുഴപ്പമില്ല, കോമ്പൗണ്ട് ആയാലും കുഴപ്പമില്ല. ആ ഒരു മോളിക്യൂളിൻ്റെ മാസ് എന്താണോ അതിനെയാണ് നമ്മൾ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മോളിക്കുലർ മാസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം നോക്കിക്കോളൂ. ഇപ്പം നിങ്ങളോട് ഓക്സിജൻ എന്ന് പറയണം, ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. ഓക്സിജൻ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദി മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. അപ്പോൾ ചില സമയത്ത് ചില ആറ്റംസ്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം എന്ത് പറയാം, പൊട്ടാസ്യം എന്ന് പറയുന്ന ഈ ഒരു ആറ്റം, പൊട്ടാസ്യത്തിൻ്റെ സിമ്പലാണ് കെ. സിമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സിമ്പൽ കെ ആണ്. അപ്പോൾ നമ്മൾ പറയുമ്പം പൊട്ടാസ്യത്തിൻ്റെ കാര്യം പറയുമ്പം അത് ഒരൊറ്റ ആറ്റമാണ്, ഒരൊറ്റ ആറ്റം കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യണത്, സിംഗിൾ ആറ്റം കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യണേ, പൊട്ടാസ്യം മോളിക്യൂൾ ഫോം ചെയ്യണേ. അപ്പം ഒരു പൊട്ടാസ്യം ആറ്റത്തിൻ്റെ മാസ് ആയാലും അല്ലെങ്കിൽ പൊട്ടാസ്യം മോളിക്യൂളിൻ്റെ മാസ് ആയാലും രണ്ടും എന്താണ്, സെയിം ആണ്. നിങ്ങളോട് എക്സാമിനേഷനിൽ വാട്ട് ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് പൊട്ടാസ്യം എന്ന് ചോദിച്ചാലും നമ്മൾ എഴുതാൻ പോണ വാല്യൂ 39U എന്നാണ്. അതേസമയം നിങ്ങളോട് ചോദിക്കുവാണ് വാട്ട് ഈസ് ദ മോളിക്കുലർ മാസ് ഓഫ് പൊട്ടാസ്യം എന്ന് ചോദിച്ചാൽ, ഒരു മോളിക്യൂൾ ഫോം ചെയ്യാൻ എത്ര ആറ്റം പൊട്ടാസ്യം കൂടിയിട്ടാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്യണമെന്നുള്ളത്, ഡൈ അറ്റോമിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ മോണോ അറ്റോമിക് മോളിക്യൂൾ, പോളി അറ്റോമിക് മോളിക്യൂൾ എന്നുണ്ട്. നമുക്കിതിന്, അതായത് നമ്മുടെ ഈ ഒരു മോളിക്യൂളിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോക്കിക്കോളൂ. മോണോ അറ്റോമിക് മോളിക്യൂൾ, മോണോ അറ്റോമിക് മോളിക്യൂൾ, ഡൈ അറ്റോമിക്, അതേപോലെ പോളി അറ്റോമിക്. ഇതൊക്കെ നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽഡ് ആയിട്ട്. എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ മോളിക്കുലർ മാസ് വന്നുകൊണ്ട് ഞാൻ പറയുവാണ്, നമുക്ക് 3 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. നമ്പർ ഓഫ് ആറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്യണത്. മോണോ അറ്റോമിക് എന്നൊരു മോളിക്യൂൾ ഉണ്ട്, മോണോ അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, അതേപോലെ എന്താണ്, പോളി അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോണോ അറ്റോമിക് മോളിക്യൂൾസിൽ ഒരൊറ്റ ആറ്റം കൂടിയിട്ടായിരിക്കും ഒരു മോളിക്യൂൾ ഫോം ചെയ്യണം. പൊട്ടാസ്യം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കാൽഷ്യം, അതും അല്ലെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂടുതൽ മെറ്റൽസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസിൽ മെറ്റൽസ് എല്ലാം എന്തായിരിക്കും, മോണോ അറ്റോമിക് ആയിരിക്കും. ഡൈ അറ്റോമിക് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആറ്റംസ് കൂടി ചേർന്നിട്ടായിരിക്കും ആ ഒരു മോളിക്യൂൾ ഫോം ചെയ്യണത്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹൈഡ്രജൻ പറയാം, അല്ലെങ്കിൽ ഓക്സിജൻ പറയാം, അല്ലെങ്കിൽ നൈട്രജൻ പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ആറ്റം നൈട്രജൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മോളിക്യൂൾ മോണോ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ, അവിടെ എന്താണ്, അവിടെ ഒരൊറ്റ ആറ്റം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. ഇനി പോളി അറ്റോമിക് മോളിക്യൂൾ അല്ലേ, പോളി അറ്റോമിക് മോളിക്യൂളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, 2ൽ കൂടുതൽ ആറ്റംസ് ഉണ്ടാവും. 2ൽ കൂടുതൽ ആറ്റംസ് കൂടിയിട്ടായിരിക്കും അത്തരം മോളിക്യൂൾസ് ഫോം ചെയ്യണത്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് സൾഫർ പറയാം. 8 സൾഫർ ആറ്റംസ് കൂടിയിട്ടാണ് നമുക്ക് സൾഫർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫോസ്ഫറസ് പറയാം. ഫോസ്ഫറസിൻ്റെ കാര്യം പറയുമ്പോൾ 4 ഫോസ്ഫറസ് ആറ്റംസ് കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യണേ, ഫോസ്ഫറസ് മോളിക്യൂൾ ഫോം ചെയ്യണേ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ മോളിക്യൂൾ. അപ്പോൾ നിങ്ങളോട് എക്സാമിനേഷനിൽ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ആറ്റംസ് കൺസിഡർ ചെയ്യണം, 2 ആറ്റംസ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നൈട്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ആറ്റം കൺസിഡർ ചെയ്യണം, 2 ആറ്റം കൺസിഡർ ചെയ്യണം. സൾഫർ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും, 8 സൾഫർ ആറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി. ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ മാസ് കാണുന്നത്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ മാസ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ മോളിക്കുലർ മാസ് നമ്മൾ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ആറ്റം, ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ സിംഗിൾ ആറ്റത്തിൻ്റെ മാസ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. സോ അത് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ മോളിക്കുലർ മാസ് കിട്ടും. സേ ഫോർ എക്സാമ്പിൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. 2 ആറ്റം കൂടിയിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യണത് അല്ലേ. സോ അതിൻ്റെ
അതിൻ്റെ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 32U ആണ്. അറ്റോമിക് മാസ് ആയാലും മോളിക്കുലർ മാസ് ആയാലും അതിൻ്റെ യൂണിറ്റ് എന്താണ്? യു അല്ലെങ്കിൽ AMU ആണ് അതിൻ്റെ യൂണിറ്റ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നിങ്ങളോട് സൾഫർ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞു. സൾഫറിൻ്റെ മോളിക്കുലർ മാസ്, സൾഫറിൻ്റെ അറ്റോമിക് മാസ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 32U ആണ്. പക്ഷെ നിങ്ങളോട് മോളിക്കുലർ മാസ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ മാസ് 32 ആണ്. 8 സൾഫർ ആറ്റം കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സൾഫർ മോളിക്യൂൾ ഫോം ചെയ്യണേ. സോ 32 × 8 ചെയ്യുമ്പം എന്ത് കിട്ടും? 256 എന്ന് കിട്ടും. 256 എന്ന് കിട്ടും. സോ 256U ആണ് ആരുടെ മാസ്? നമ്മുടെ സൾഫറിൻ്റെ മാസ്. മനസ്സിലായി? ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞു. നമുക്കറിയാം പൊട്ടാസ്യത്തിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞു. ഒറ്റ ആറ്റമാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. മോണോ അറ്റോമിക് മോളിക്യൂളാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. മോണോ അറ്റോമിക് മോളിക്യൂളാണ്. സോ ഒരൊറ്റ ആറ്റം മതി. സോ 39U ഈസ് ദി മോളിക്കുലർ മാസ് ഓഫ് പൊട്ടാസ്യം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, മോണോ അറ്റോമിക് മോളിക്യൂൾസിൻ്റെ അറ്റോമിക് മാസും അതേപോലെ മോളിക്കുലർ മാസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് എലമെൻറ്റ്സ് ചോദിക്കണ സമയത്തിൽ ഇതിലിപ്പം എലമെൻറ്റ്സ് ആണ് സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ അല്ലെങ്കിൽ പൊട്ടാസ്യം. ഇങ്ങനെ എലമെൻറ്റ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇനി നമ്മളോട് ഒരു കോമ്പൗണ്ട്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കിക്കോളൂ. കോമ്പൗണ്ട്സ് ചോദിച്ചാലും പ്രൊസീജിയർ സെയിം ആണ്. ഇവിടെ എന്താണ് വ്യത്യാസം? അതായത് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ മാസ് കാണുമ്പോഴും അല്ലെങ്കിൽ എലമെൻറ്റ്സിൻ്റെ മോളിക്കുലർ മാസ് കാണുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? ഇതിലൊരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഒരെണ്ണം മാത്രം നമ്മൾ കാണും. അതിൽ മോർ ദാൻ 1 എലമെൻറ്റ് ഉണ്ടാവും. സോ ഓരോ എലമെൻറ്റിൻ്റെ ആറ്റവും നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ കാൽഷ്യം കാർബണേറ്റ് എന്നൊരു എക്സാമ്പിൾ ഞാൻ എഴുതി. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് ആണ് എനിക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതിലുള്ള ഓരോ ആറ്റവും ഞാൻ കൺസിഡർ ചെയ്യും 40. കാൽഷ്യത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 40 ആണ്. പ്ലസ് പിന്നെ ഞാൻ നെക്സ്റ്റ് ആറ്റം കൺസിഡർ ചെയ്യുവാണ്. നെക്സ്റ്റ് ആറ്റം കാർബൺ ആണ്. കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. പ്ലസ് നെക്സ്റ്റ് ആറ്റം ഞാൻ കൺസിഡർ ചെയ്യുവാണ് ഓക്സിജൻ ആണ്. ഇവിടെ ഓക്സിജൻ്റെ 3 ആറ്റം ഉണ്ട്. ഓക്സിജൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 16U ആണ്. അപ്പോൾ 3 എണ്ണം ഉണ്ടെങ്കിൽ × 3. ഇനി ഈ 3 വാല്യൂസും ഈ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ ഇൻഡിവിജ്വൽ ആറ്റങ്ങളുടെ മാസസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സമ്മേഷൻ ആണ് അതിൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ ഇവിടെ 40 + 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 + 12 ചെയ്യുമ്പോൾ നമുക്ക് 52 കിട്ടും. അവിടെ ഒരു 48 ഉണ്ട് അല്ലേ? രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് കിട്ടണത് 100U ആണ്. എന്ത്? നമ്മുടെ കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ്. മനസ്സിലായോ? ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ് MgSO4. നമ്മളോട് ചോദിക്കുകയാണ് MgSO4ൻ്റെ മാസ് കാണാൻ പറഞ്ഞാൽ നോക്കിക്കോളൂ. Mgയുടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 24 ആണ്. Mgയുടെ അറ്റോമിക്, ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഓരോരോ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇതൊക്കെ ബൈഹാർട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്കമിങ് ചാപ്റ്റേഴ്സിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ MgSO4ൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 24 ആണ്. അതേപോലെ സൾഫറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 32 ആണ്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാത്തത്? ബിക്കോസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇല്ല. ഇതിലുള്ള ആറ്റത്തിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റം Mg ഒരൊറ്റ ആറ്റേ ഉള്ളൂ. സോ നമുക്കൊന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല. സൾഫർ ഒരൊറ്റ ആറ്റേ ഉള്ളൂ. നമുക്കൊന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല. ഓക്സിജൻ്റെ കാര്യം വന്നപ്പോൾ നമുക്ക് 4 ആറ്റം ഉണ്ട്. സോ 16 × 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ 24 + 32 + 64 ആണ് അല്ലേ? 20 + 30 നമുക്ക് 50 കിട്ടും. 50 + 60 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. 110 + 10 ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. സോ 120U ഈസ് ദി മോളിക്കുലർ മാസ് ഓഫ് MgSO4. വേറൊരു എക്സാമ്പിൾ നോക്കാം. എന്ത് പറയാം? Na2SO4. വേറൊരു എക്സാമ്പിൾ Na2SO3 എന്നിരുന്നോട്ടെ. Na2SO3 എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ സോഡിയം സൾഫൈറ്റിൻ്റെ മോളിക്കുലർ മാസ് ആണ് നമുക്ക് കാണാനുള്ളത്. നോക്കിക്കോളൂ. സോഡിയം 2 ആറ്റം ഉണ്ട്. ഒരു സോഡിയം ആറ്റത്തിൻ്റെ മാസ് എന്താണ്? 23U ആണ്. രണ്ടാമത്തത് സൾഫർ ഒരൊറ്റ ആറ്റമേ ഉള്ളൂ. സോ 32. അതേപോലെ മൂന്നാമത്തത് നമുക്ക് ഓക്സിജൻ ആണ്. ഒരു ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. ഇവിടെ മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട്. സോ ഇവിടെ എന്ത് കിട്ടി? 46 + 32 + 48 എന്ന് കിട്ടും അല്ലേ? 40 + 40 ചെയ്യുമ്പോൾ നമുക്ക് 80 കിട്ടും. 80 + 30 ചെയ്യുമ്പോൾ നമുക്ക് 110 കിട്ടും. 110 + 10 ചെയ്യുമ്പോൾ നമുക്ക് 120. 126U ആണ് എന്ത്? നമ്മുടെ സോഡിയം സൾഫൈറ്റിൻ്റെ അറ്റോമിക് മോളിക്കുലർ മാസ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളോട് മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. അപ്പോൾ മോളിക്കുലർ മാസിൻ്റെ കാര്യം വരുമ്പം
നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഫോർമുല മാസ്. മോളിക്കുലാർ മാസസിൻ്റെ കാര്യം നമ്മൾ പറയണ സമയത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഫോർമുല മാസ്. അപ്പോൾ നിങ്ങളവിടെ എക്സാമിനേഷനിൽ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഫോർമുല മാസ് കാണാൻ പറഞ്ഞാലും അതിൻ്റെ പ്രൊസീജിയറൊക്കെ സെയിം ആണ്. മനസ്സിലായോ? നമ്മൾ ഈ മോളിക്കുലർ മാസ് കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ഫോർമുല മാസ് കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് ചില കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത നമ്മുടെ പോളിമേഴ്സ് എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സമയത്ത് അല്ലെങ്കിൽ കുറേ സംഭവങ്ങളുടെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ് എന്നുള്ള ഒരു കാറ്റഗറി നമ്മൾ പഠിക്കും. അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന എ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ആ ഒരു അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലുള്ള അയോൺസ്, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് ഷെയർ ചെയ്യും. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് ഷെയർ ചെയ്യും. അതൊരു സിംഗിൾ മോളിക്യൂൾ ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യാറ്, മറിച്ച് അത് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാറ്. അതൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. നമ്മൾ ആ സ്ട്രക്ചർ പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാവണം. സോ അങ്ങനത്തെ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ മാസിന് നമ്മൾ പറയണ പേരാണ് ഫോർമുല മാസ്. നമ്മളൊരു എക്സാമ്പിൾസ് പറയുമ്പം സോൾട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ NaCl അല്ലെങ്കിൽ KCl, MgCl, ഇതൊക്കെ സോൾട്ടാണ്. അതേപോലെ നമ്മൾ വേറൊരു എക്സാമ്പിൾ ഹൈഡ്രോക്സൈഡ്സ്, അത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓർ എൽസ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സോൾട്ടാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്സ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ സോൾട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോൾട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സൾഫൈഡുകൾ, സൾഫേറ്റോ സൾഫൈറ്റ് അല്ല, സൾഫൈഡുകൾ, ഹൈഡ്രജൻ സൾഫൈഡ്, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെ അയോണിക് കോമ്പൗണ്ട്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഇത്തരം കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത, ഇത്തരം കോമ്പൗണ്ട്സ് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അതിൻ്റെ അയോൺസ് തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് ഉണ്ടാവും. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ്. അയോൺസ് തമ്മിൽ ഒരു ബോണ്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ അത്തരം ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ മാസിനാണ് നമ്മൾ ഫോർമുല മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിനേഷനിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ദ ഫോർമുല മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് എന്ന് ചോദിക്കുകയാണ്. ഫൈൻഡ് ദ ഫോർമുല മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ആ ഒരു സോൾട്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? CaCl2 ആണ്. എങ്ങനെയാണ് നമ്മളൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതൊക്കെ, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പ് അത് പോസിറ്റീവ് അയോൺ ആണോ അത് നെഗറ്റീവ് അയോൺ ആണോ എന്നുള്ള കാര്യങ്ങൾ, അതിൽ കുറേ സ്ട്രക്ചർ ഓഫ് ആറ്റംസും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നോക്കാം. ഇപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CaCl2 ആണ്. അപ്പോൾ ഇതൊരു സോൾട്ടാണ്. CaCl2 എന്ന് പറയുന്നത് ഒരു സോൾട്ടാണ്. അപ്പോൾ നിങ്ങളോട് അതിൻ്റെ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ മോളിക്കുലർ മാസ് കാണുന്നത്, സെയിം പ്രൊസീജിയറാണ്. 40 ഉണ്ട്. അതേപോലെ ക്ലോറിൻ എന്ന് പറയുന്ന ആളുടെ മാസ് എത്രയാണ്? ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. × 2, 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. സോ × 2. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 40 + 71 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം 111 ആണ്. യെസ്, 70 + 30, യെസ്, 110 + 1 111 ആണ് ആരുടെ ഫോർമുല മാസ്? കാൽഷ്യം ക്ലോറൈഡിൻ്റെ ഫോർമുല മാസ്. അപ്പോൾ എക്സാമിനേഷനിൽ ഫോർമുല മാസ് എന്ന് കാണുമ്പം നിങ്ങൾ എന്താ പറയുക, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഫോർമുല മാസ് ആയാലും മോളിക്കുലർ മാസ് ആയാലും രണ്ടും സെയിം ആണ്. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ മാസിന് നമ്മൾ പ്രത്യേക ഒരു പേരിട്ടൂന്നേ ഉള്ളൂ, ഫോർമുല മാസ്. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുമ്പം MgOH2 മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. MgOH2 ആണ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, മഗ്നീഷ്യം എന്ന് പറയുന്ന ആളുടെ മാസ് എത്രയാണ്? 24 ആണ്. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് MgOH2 എന്നിങ്ങനെ നിങ്ങൾക്ക് ബ്രാക്കറ്റ്സിലിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ഒരു കോമ്പൗണ്ടിന് ബ്രാക്കറ്റ്സിലിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 എന്ന് പറയുന്ന ആൾ 2 പേർക്കും ബാധകമാണ്. ഈ 2 എന്ന് പറയുന്ന ആൾ
ഒയ്ക്കും ബാധകമാണ്, 2 എന്ന് പറയുന്ന ആൾ എച്ചിനും ബാധകമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, O എത്ര ആറ്റം ഉണ്ട്? ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ആണ്, 2 ആറ്റം ഉണ്ട്. അതേപോലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്, 2 ആറ്റം ഉണ്ട്. മനസ്സിലാക്കുക, ബ്രാക്കറ്റ്സ് ഇട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ അടങ്ങിയിട്ടുള്ള എത്ര ആറ്റംസ് അതിനകത്ത് ഉണ്ടോ അതിന് മുഴുവനും അത് ബാധകമാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ബൈകാർബണേറ്റ്, ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ് എന്നൊരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു കോമ്പൗണ്ട് കാൽഷ്യം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സോ അപ്പോൾ മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് അയോണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് HCO3 ആണ്. അപ്പോൾ ഞാനിവിടെ മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പം ഇവിടെ 2 വരും. മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പം MgHCO3 ഈ ഹോൾ ബ്രാക്കറ്റ്സിനാണ് 2 വരിക. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ആൾ ആർക്കൊക്കെ ബാധകമാണ്? Hന് ബാധകമാണ്, കാർബണിനും ബാധകമാണ്, ഓക്സിജനും ബാധകമാണ്. അപ്പോൾ അങ്ങനെ ബ്രാക്കറ്റ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് എന്ത് വാല്യൂ ആണോ തന്നിട്ടുള്ളത് ആ വാല്യൂ ആ ബ്രാക്കറ്റ്സിനുള്ളിലുള്ള എല്ലാ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാ ആറ്റംസിനും അത് ബാധകമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 24 ഉണ്ട്, അതേപോലെ 48 ഉണ്ട്, +2 ആണ്. അപ്പോൾ 48 + 2 50 ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 74 എന്ന് കിട്ടും. സോ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ ഫോർമുല മാസ് എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല മാസ് 74U ആണ്. മഗ്നീഷ്യം ബൈകാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് എന്താണ് നോക്കിക്കോളൂ. Mg ഉണ്ട്, അതേപോലെ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, സോ 2 × 1. അതേപോലെ നമ്മുടെ കാർബൺ 2 എണ്ണം ഉണ്ട്, 12 × 2 പ്ലസ് ഓക്സിജൻ 3 എണ്ണം ഉണ്ട്, 16 × 3 അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 24 കിട്ടും. ഇവിടെയും 12 × 2 അഗെയിൻ ഒരു 24, രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 48 കിട്ടും. 48 + 48 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 96 കിട്ടും. 96 + 2 ചെയ്യുമ്പോൾ നമുക്ക് 98U എന്ന് കിട്ടും. സോ മഗ്നീഷ്യം ബൈകാർബണേറ്റിൻ്റെ മാസ് എന്താണ്? മഗ്നീഷ്യം ബൈകാർബണേറ്റിൻ്റെ മാസ് 98U ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ മോളിക്കുലർ മാസും ഫോർമുല മാസും. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കെമിസ്ട്രിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഡിസ്കസ് ചെയ്ത് പോകും. ഇതൊക്കെ നമ്മുടെ കെമിസ്ട്രിയുടെ ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് എന്താണ്, ന്യൂക്ലിയസ് എന്താണ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, അയോൺസ്, പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ, അതേപോലെ വാലൻസി അല്ലേ, വാലൻസി അപ്പോൾ തന്നെ നെഗറ്റീവ് വാലൻസി ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തറവാകും. നമ്മൾ സ്കൂൾ ക്ലാസ്സസിൽ ഇതൊക്കെ നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ടോപ്പിക്സ് അല്ല. സ്കൂൾ ക്ലാസ്സസിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ പഠിക്കുവാന്നുള്ളൂ അല്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് മോൾ കോൺസെപ്റ്റ്. യെസ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോൾ കോൺസെപ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് മോൾ കോൺസെപ്റ്റ്. യെസ്. അപ്പോൾ എന്താണ് ഈ മോൾ കോൺസെപ്റ്റ്? നമ്മളിവിടെ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് മോൾ? വാട്ട് ഈസ് നോൺ ആസ് മോൾ? അല്ലെങ്കിൽ ഒരു മോൾ സാധനം ഞാൻ 1 മോൾ ഹൈഡ്രജൻ എന്ന് പറയുവാണ്. 1 മോൾ ഹൈഡ്രജൻ എന്ന് ഞാൻ പറയുവാണെങ്കിൽ എന്താണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഫറൻസ് ആയിട്ട് നമ്മൾ ഏത് ആറ്റമാണ് എടുക്കുന്നത്? കാർബൺ 12 ഐസോട്ടോപ്പാണ് നമ്മൾ പൊതുവെ ഈ ആറ്റം റിലേറ്റഡ് ആയ കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കണം. ആറ്റം റിലേറ്റഡ് ആയ കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ഒരു റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ 12 ഐസോട്ടോപ്പാണ്. അപ്പം 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12 ഗ്രാം ഞാൻ കൺസിഡർ ചെയ്തു. ആ 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ കൗണ്ട് ഉണ്ടാവും അല്ലേ? ആ 12 ഗ്രാം എന്താ പറയുക, നമ്മുടെ കാർബൺ 12 ഐസോട്ടോപ്പിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ആറ്റംസ് ആയിരിക്കും അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കും, എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഒരു കൗണ്ട് ഉണ്ടാവും, ഒരു എണ്ണം ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ
n നമ്പർ ആണെന്ന് വിചാരിച്ചോളാം. 12 gram കാർബൺ 12 ഐസോട്ടോപ്പിൽ n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, ഓർ n നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട്, വാട്ട് എവർ n നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഞാനൊരു 1 mole ഹൈഡ്രജൻ എടുക്കുക എന്ന് പറയുമ്പം എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹൈഡ്രജനിലാണോ ഈ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളത്, അത് ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, എൻറ്റിറ്റീസ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി, എത്ര ഗ്രാം ഹൈഡ്രജനിലാണോ ഈ n നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഉള്ള ആ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയണേ, 1 mole എന്ന് പറയുന്നത്. അപ്പം ഏതൊരു സാധനമായാലും, ഏതൊരു സാധനത്തിൻ്റെയും 1 mole കാർബൺ അല്ലെങ്കിൽ 1 mole ഹൈഡ്രജൻ ഓർ എൽസ് 1 mole ഹീലിയം, അല്ലെങ്കിൽ എന്ത് പറയാം 1 mole ജെർമാനിയം, ഇങ്ങനെ ഏത് നമ്മൾ എലമെൻ്റ് എടുത്താലും, അല്ലെങ്കിൽ 1 mole കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, 1 mole മഗ്നീഷ്യം ബൈകാർബണേറ്റ്, അല്ലെങ്കിൽ 1 mole പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിൻ്റെ 1 mole എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12 gram ആ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എന്താണോ അത്രയും നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ 1 mole സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്സിൽ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറേ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഡിസ്കസ് ചെയ്തു. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ആ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു എന്ത്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു എന്ത്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ. ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മോലായിരുന്നു നമ്മുടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, യൂണിറ്റ് എന്ന് പറയുന്നത് മോലായിരുന്നു. യെസ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ മോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതൊരു ക്വാണ്ടിറ്റിയാണ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ആ എമൗണ്ട് എത്രയാണ്, 12 gram കാർബൺ 12 ഐസോട്ടോപ്പിൽ എത്ര നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും ഈക്വൽ നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് വേറൊരു സബ്സ്റ്റൻസിൻ്റെ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര ഗ്രാമിലാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയണേ, 1 mole ഓഫ് ദാറ്റ് സോ ആൻഡ് സോ സബ്സ്റ്റൻസ് എന്ന് പറയണേ. അപ്പം നമുക്കറിയാം ഏത് സാധനം നമ്മൾ എടുത്താലും അതിനൊരു മാസ് ഉണ്ടാവും അല്ലേ. ഏത് സാധനം എടുത്താലും അതിനൊരു മാസ് ഉണ്ടാവും. ആറ്റത്തിൻ്റെ മാസ്സാണ് അറ്റോമിക് മാസ്, മോളിക്യൂളിൻ്റെ മാസ്സാണ് മോളിക്കുലർ മാസ്. അപ്പോൾ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിന് നമ്മൾ എന്താണ് പറയുക, 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് അല്ലേ. ഏതൊരു സാധനത്തിൻ്റെയും 1 moleൻ്റെ മാസ് ഓഫ് 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് മോളാർ മാസ്. Mass of 1 mole of any substance is known as molar mass. ഈ മോളാർ മാസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ പറയുവാണെങ്കിൽ, സിമ്പിളായി പറഞ്ഞാൽ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസിന് നമുക്ക് എന്ത് പറയാം, മോളാർ മാസ് എന്ന് പറയാം. അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ, മോളാർ മാസ് കൊണ്ട് ഉദ്ദേശിക്കണേ. മനസ്സിലായല്ലോ? യെസ്. പിന്നെന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞു ഈ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12 gram പാർട്ടിക്കിൾ ആ ഒരു എമൗണ്ടിലുള്ള അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരു സബ്സ്റ്റൻസിൻ്റെ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ 1 mole എന്ന് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് അല്ലേ, 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ മോൾസ് ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറയാം. ഒന്നെങ്കിൽ 1 mole അല്ലെങ്കിൽ ഈക്വൽ മോൾസ് ഓഫ് എനി സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് 1 mole ഓഫ് ഹൈഡ്രജൻ ഞാൻ എടുത്തു, അവിടെ n പാർട്ടിക്കിൾസ് ആണെങ്കിൽ 1 mole ഓഫ് ഓക്സിജൻ ഞാൻ എടുക്കുമ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെയും കൗണ്ട് എത്രയാണ്, n ആണ്. ഇനി 1 mole ഓഫ് ഞാനൊരു ഒരു ഹീലിയം ഞാൻ എടുത്താൽ അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ കൗണ്ട് എന്താണ്, അതും സെയിം ആണ്, n തന്നെ ആയിരിക്കും. ഇനി ഞാൻ വേറൊരു എലമെൻ്റ് എടുക്കുവാണ്, ഇപ്പം ഒരു സോഡിയം ഞാൻ എടുത്തു അല്ലെങ്കിൽ ക്ലോറിൻ ഞാൻ എടുത്തു, 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്, നമ്മൾ പറഞ്ഞു സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് 1 mole ഓഫ് എനി സബ്സ്റ്റൻസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നോക്കിക്കോളൂ. നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ 1 mole ഓഫ് എനി സബ്സ്റ്റൻസ്.
അപ്പം ഞാൻ എന്തായാലും നമുക്കറിയാം നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? റെഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും കാർബൺ 12 ഐസോട്ടോപ്പാണ്. നമുക്കറിയാം 1 mole of any substance, 1 mole of any mass of mass of 1 mole of carbon 12 isotope എന്ന് പറയുന്നത് എന്താണ്? 12 gram ആണ് അല്ലേ? യെസ്. mass of one atom, mass of one atom, mass of one atom എന്ന് പറയുന്നത് എത്രയാണ്? 1.99 into 10 power minus 23 gram ആണ് mass of one atom. mass of one atom 1.99 into 10 power minus 23 gram ആണ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് നമുക്കറിയാം, മൊത്തം ഒരു മോൾ സാധനത്തിൻ്റെ മാസം നമുക്കറിയാം. അപ്പോൾ എത്ര ആറ്റം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓൾ ദ ആറ്റംസ്, അല്ലെങ്കിൽ മാസ് ഓഫ് 1 mole of carbon 12 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സിംഗിൾ ആറ്റം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 gram ഡിവൈഡഡ് ബൈ 1.99 into 10 power minus 23 എന്ന് കിട്ടും. ഗ്രാമും നമുക്ക് ക്യാൻസൽ ആവും. ഈ 10 power minus 23 മുകളിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6.022 എന്ന് കിട്ടും. 12 ഡിവൈഡഡ് ബൈ 1.9 നിങ്ങൾ കാൽസിയിൽ ചെയ്ത് നോക്കുക. സം വാല്യൂ നിയറർ ടു 6.022 into 10 power 23 എന്ന് കിട്ടും. അപ്പോൾ 1 mole ഒരു സാധനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് ആയാലും ഒരു എലമെൻ്റ് ആയാലും മോണോ അറ്റോമിക് മോളിക്യൂൾ ആയാലും ഡൈ അറ്റോമിക് മോളിക്യൂൾ ആയാലും പോളി അറ്റോമിക് മോളിക്യൂൾ ആയാലും മെറ്റൽ ആയാലും നോൺ മെറ്റൽ ആയാലും മെറ്റലോയിഡ്സ് ആയാലും ഗ്യാസ് ആയാലും ലിക്വിഡ് ആയാലും സോളിഡ് ആയാലും എന്ത് തന്നെ ആയാലും ഒരു മോൾ സാധനമാണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം 6.022 into 10 power 23. അപ്പോൾ ഈ ഒരു കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാറ്? അവോഗാഡ്രോ നമ്പർ എന്ന് പറയാറ്. ഈ ഒരു കൗണ്ടിനെയാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 1 mole of any substance contains Avogadro number of particles. 1 mole of any substance contain Avogadro number of particles. 1 mole of any substance contains Avogadro of number of particle. ഈ അവോഗാഡ്രോ നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും n suffix a എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. n suffix a എന്നാണ്, a താഴത്താണ്. സോ n suffix a എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ n suffix a എന്ന് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേ? അവോഗാഡ്രോ നമ്പർ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. മോൾ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ബോർഡ് എക്സാമിനേഷൻസിലൊക്കെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് നോക്കാം. ഓക്കെ.